ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹ് വലിയ പണ്ഡിതനാണെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാവരും അവരെ പാണ്ഡിത്യത്തിനെ വിലയിരുത്തുന്നു. എല്ലാവരും ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് പല പഠനവേദികളും പല സ്ഥലത്തും സംഘടിപ്പിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരെങ്ങനെയാണ് ദർസ് നടത്തിയത്, ബഹുമാനപ്പെട്ടവരുടെ സംഘടന പ്രവർത്തനം എങ്ങനെയാണ്, ബഹുമാനപ്പെട്ടവരെങ്ങനെ കിതാബൂതി പഠിച്ചു, ബഹുമാനപ്പെട്ടവർക്ക് അവരെ ശിഷ്യന്മാരോടുള്ളതായ അവരെ പെരുമാറ്റ രീതി എങ്ങനെയായിരുന്നു, ഓരോ വിഷയത്തിലുള്ള മൂപ്പരെ കാഴ്ചപ്പാടുകളും മൂപ്പരെ ദർശനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. അലിഫ് ലാം മീം മുതൽ ഖുർആന്റെ അവസാനത്തെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നതായ അർത്ഥങ്ങളുണ്ടല്ലോ, ഓരോ ഹർഫിനിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയലുണ്ട് ലൈസക മിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞു കൊടുത്ത് അധികം ആളുകളും പറയലെന്താ അവിടെ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞു കൊടുത്തുള്ള കാഫ് സായിദിയായി കൊടുത്തതാണ്. അള്ളാഹുവിനെ പോലോത്തൊന്നില്ല എന്നല്ലേ. പിന്നെ പോലോത്തൊന്നില്ല എന്ന് പറഞ്ഞാൽ പോലോത്തൊന്നില്ല എന്ന് പറഞ്ഞാൽ പോലോത്തൊന്നുണ്ട് എന്ന് വന്നില്ലേന്ന്, പോലുള്ള ഒന്നുണ്ട് എന്ന് വന്നല്ലോ അള്ളാഹുവിനെ പോലുള്ള ഒന്ന്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. കാഫ് അതെന്താണ്, അത് അവിടെ എന്നാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ അങ്ങനെയല്ല പറയല്. ഖുർആനിൽ ഒരു ഹർഫ് പോലും സായിദില്ല എന്നാ ബഹുമാനപ്പെട്ടവർ അവിടെ വെക്കുന്നതായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അവിടെ വെച്ചാൽ വളരെ സൂട്ടായിരിക്കും. ഇങ്ങനെ ഖുർആന്റെ ആദ്യം മുതൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുക. ഗൈബ് കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആഖിറൊക്കെ പെട്ടില്ലേ. പിന്നെന്തിനാ വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് പറയുന്നത്. അപ്പോൾ വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ ആഖിറം കൊണ്ട് വിശ്വസിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഈമാന്റെ ഏറ്റവും അങ്ങേയറ്റത്തതായ ഒരു മർത്തബ, അതിൻ്റെ ഉയർന്നതായ മർത്തബയെ സംബന്ധിച്ചാണ് ആ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഖുർആനിൽ നമുക്ക് സംശയങ്ങൾ തോന്നുന്ന പല സ്ഥലത്തും പല തഫാസീറുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ തഫ്സീറുകളുടെ മുഫസ്സിരീങ്ങളൊന്നും തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവില്ല. അവരൊന്നും അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലത്തൊക്കെ വളരെ വിചിത്രമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അവരെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇൽമിനെ കൂലം കുത്തി ഒഴുകി കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ഹൃദയത്തിലേക്ക് ഉലൂമുകൾ ഇങ്ങനെ മലവെള്ളം പോലെ ഒഴുകിയെത്തുകയാണ്. അപ്പൊ അങ്ങനെ ഖുർആന്റെ വിശുദ്ധമായ ഹദീസുകൾ നോക്ക്. ഓരോ ഹദീസുകൾക്കും ആ ഹദീസുകൾക്ക് അവർ പറയുന്നതായ ഒരർത്ഥം, ആ അർത്ഥം നോക്കിയാൽ അധികരിച്ച ഹദീസുകൾക്ക് അധികരിച്ച മുഹദ്ദിസീങ്ങൾക്കുള്ളതായ കിതാബുകളിലും അങ്ങനത്തെ ഒരു സ്പർശനം പോലും കാണാൻ സാധ്യമല്ല. ചിലതിലൊക്കെ ചില സൂചനകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമാ പറയുന്ന ചില തഹ്ഖീഖാത്തുകൾക്ക് ചില ഹദീസിന്റെ കിതാബുകളിലൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലേക്കുള്ള ചില സൂചനകളൊക്കെ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും മൂപ്പര് ആ പറഞ്ഞതുപോലുള്ളതായ ഒരർത്ഥം മുൻകഴിഞ്ഞതായ അധികരിച്ച മുഹദ്ദിസീങ്ങളും അധികരിച്ച മുഫസ്സിറുകളൊന്നും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അധികരിച്ചതെന്നല്ല, തീരെ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ആ നിലക്ക് അത്രമാത്രം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ഓരോരോ ആളുകളെ പറ്റി ഖുർആൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഒരു മനുഷ്യനുണ്ടായിട്ടില്ല മൂപ്പരല്ലാതെ. വലിയ ഓരോ ആളുകൾ ഏതെങ്കിലും ഒരാൾ ഖുർആനെ പറ്റി 4 ദിവസം വഴുതു പറയുമ്പോത്തിന് ഖുർആൻ പണ്ഡിതെന്ന് പറഞ്ഞ് കൊണ്ടെടുക്കും. ഖുർആൻ പണ്ഡിതെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ടവരല്ലാതെ. എന്നാൽ മൂപ്പര ജീവിതകാലത്ത് മൂപ്പരാരെങ്കിലും ഖുർആൻ പണ്ഡിതെന്ന് പറഞ്ഞോ? അതൊട്ട് പറഞ്ഞില്ലേനും. മൂപ്പരങ്ങനെ ഈ ഖുർആൻ പേരിൽ കൂടി അറിയപ്പെടാനല്ല അവർ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും പുതിയ പേര് കൊടുത്തിട്ട് ആ പേരിൽ കൂടി അറിയപ്പെടാൻ ഒരു പേരിൽ കൂടി അറിയപ്പെടാൻ ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാൻ, അവരോട് കൂടെ തന്നെ വിലായത്തിനെ മറച്ചുവെച്ച് ജീവിക്കുകയാണ്. ആ മറച്ചുവെച്ച് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. വിലായത്തിന് ജനങ്ങളിടയിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരിക്കൽ ഒരു കാരണം പറയാം. ഞങ്ങൾ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ഞാൻ മൂപ്പരെ കൂടെ അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു മൂപ്പര ആദ്യം പഴയകാലത്ത് പട്ടിക്കാട് ജാമിയ എന്നീന്ന് പഠിച്ച ഒരു ഫൈലിയോടെ വന്നു. അവിടെ വന്നപ്പോൾ അവൻ കള്ളിത്തുണി എടുത്തിട്ടുണ്ട്. അവൻ്റെ ഈ കള്ളിത്തുണിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ നിന്റെ അടുത്ത് നല്ല കള്ളിത്തുണിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചോദിച്ചു, ഉസ്താദിന് കള്ളിത്തുണി വേണോ? ആ കൊണ്ടുവന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നേരെ പോയി കൊയിലാണ്ടിക്ക് കള്ളിത്തുണി വാങ്ങാൻ. ഇയാളൊരു 2-3 കള്ളിത്തുണി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇയാൾ പോയ പാട് ശൈഖുന നമ്മളോട് പറഞ്ഞു, ഞാൻ അപ്പോൾ റൂമിൽ എന്നോട് പറഞ്ഞു, പിന്നെ തങ്ങളെ എനിക്ക് കള്ളിത്തുണി വേണ്ടിയിട്ടൊന്നുമല്ല,
പിന്നെ ഇവന് നമ്മളെ അവൻ മറ്റേ ഗ്രൂപ്പിലാണുള്ളതെന്ന്. എന്നാലും ഷെയ്ഖുനാനോട് ഒരു ഉസ്താദ് എന്ന നിലക്കുള്ള ഒരു ആദരവുള്ള ഒരുത്തനാണ്. അപ്പം അവൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കള്ളിത്തുണി ആവശ്യമുണ്ടായിട്ട് കള്ളിത്തുണി വേണമെന്ന് പറഞ്ഞതല്ല. ഇവൻ ഇവിടെ എനിക്ക് ഒന്നോ രണ്ടോ കള്ളിത്തുണി കൊടുന്നു തന്നാൽ ഇവൻ അവിടെ പോയി എല്ലാവരോടും പറയും. മൂപ്പർക്ക് ഈ ദുഞ്ഞാവിനോടുള്ളൊരു ആഗ്രഹം കണ്ടില്ലേ, കള്ളിത്തുണി എൻ്റെ കള്ളിത്തുണി കണ്ടപ്പോൾ കള്ളിത്തുണി വേണമെന്ന് ആഗ്രഹം. എന്നിട്ട് ഇന്നെ കൊണ്ട് 2-3 കള്ളിത്തുണി കൊണ്ടുവച്ചു തന്നു. അവനൊരു 10 ആളുകളോട് പറയുമ്പോൾ ആ 10 ആളുകൾ വേറെ 10 ആളുകളോട് പറഞ്ഞോളും. അങ്ങനെ എല്ലായിടത്തും പ്രസിദ്ധനാവട്ടെ ഞാൻ ഈ ദുഞ്ഞാവിനോട് വലിയ ആർത്തിയുള്ള ആളാണ്. അപ്പൊ ദുഞ്ഞാവിനോട് ഒരു ആഗ്രഹവും മൂപ്പർക്കില്ല. മൂപ്പരെന്നിട്ട് അവൻ കൊണ്ടേ കൊടുത്ത കള്ളിത്തുണി എടുക്കുന്നുണ്ടോ? അതുമില്ല. അപ്പൊ ജനങ്ങളിടയിൽ ഇതിനോടൊക്കെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയലുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കൈമടക്ക് കൊടുത്താൽ ഇപ്പോൾ നമ്മൾക്കൊക്കെ കൈമടക്ക് എന്നാൽ നമ്മൾ എന്താ പറയല്, വേഗം വാങ്ങൂലല്ലോ. അവിടെ നിൽക്കുന്നല്ലേ പറയല്, അല്ലെങ്കിൽ അവിടെ വെച്ചോളി എന്ന് പറയും. അവിടെ വെച്ചോളി എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചോളിന്നാ, എൻ്റെ കേസിൽ വെച്ചോളിന്നാ. പക്ഷെ നമുക്കറിയാം ഏതായാലും നമുക്ക് തരും, നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും തരും എന്നറിയാം. അപ്പം നമ്മൾ വേണ്ട 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 എന്ന് കുറേ പറയും. മൂപ്പര് പറയും നിങ്ങൾക്കൊക്കെ പൈസ കാട്ടിയാൽ നിങ്ങൾ വേണ്ട വേണ്ട എന്നല്ലേ പറയില്ലേ. ഞാൻ കാട്ടിയ പാട് ആരെങ്കിലും കൊടുന്നു തരുന്ന പാട് എൻ്റെ കയ്യിലേക്ക് കണ്ട് കാട്ടിയാൽ ഉടനെ തന്നെ വാങ്ങും. ഉടനെ തന്നെ വാങ്ങുമ്പോൾ ആളുകൾ വിചാരിക്കാണ് കണ്ടില്ല മറ്റേ മുസ്ലിംക്ക് കൊടുത്തപ്പോൾ മൂപ്പര് എന്തായില്ല വാങ്ങിയില്ല. മൂപ്പര് കുറേ നമ്മൾ നിർബന്ധിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് വാങ്ങിയത്. ഇയാളെന്താ അത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വാങ്ങുന്നത്, ദുഞ്ഞാവിനോടുള്ള ഒരു ആർത്തി കണ്ടില്ലേന്ന്. അപ്പൊ ദുഞ്ഞാവിനോടുള്ള വലിയ ആർത്തി ഉണ്ട് എന്ന് ജനങ്ങളിടയിൽ ധരിപ്പിച്ചുകൊണ്ടിട്ട് അവരെ വിലായത്തിന്റെ സർവ്വ വിഷയങ്ങളും അവർ മറച്ചു വെച്ചു. സർവ്വ വിഷയങ്ങളും മറച്ചു വെച്ചു. മൂപ്പര് ഹയാത്ത് കാലത്ത് മൂപ്പരോട് ബന്ധപ്പെട്ടതായ എന്തെങ്കിലും ഒരു അത്ഭുതം, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരു അത്ഭുതം കറാമത്ത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ വിലയിരുത്തേണ്ടത്. അത്ഭുതം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാവും, അപ്പൊ അത് കറാമത്താവും. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവും, അത് മൊഴിസത്താവും. ഇനി ശൈത്താനെ സേവിച്ച ചിലർക്കും പല അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും, അത് കറാമത്തും ആവൂല മൊഴിസത്തും ആവൂല. അപ്പൊ അത്ഭുതം കൊണ്ടിട്ടോ മറിഞ്ഞ കാര്യങ്ങൾ അറിയലോ ഇതൊന്നുമല്ല ഒരു വലിയനെ വിലയിരുത്തേണ്ട മാനദണ്ഡം. അമ്മൽ കുമ്മലുമിനൽ ഔലിയായി യഖാഫൂന വുഹൂറൽ കറാമത്തി അലാ ഐദീഹിന്ന. വലിയ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ മുഖേന വല്ല കറാമത്തുകളും വെളിവിടൽ. അങ്ങനെ വെളിവെട്ടാൽ തന്നെ അവർക്ക് വലിയ പേടിയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു പരീക്ഷണമാണ്. ഇന്ന് പറയപ്പെടുന്ന ഔലിയാക്കന്മാരെ വായിക്കല്ല, ഇന്ന് പല ഭാഗത്തും പലരെയും പറയപ്പെടുന്നുണ്ടല്ലോ. ആ പറയപ്പെടുമ്പോഴൊക്കെ ഒരു കൊട്ട കറാമത്ത് വന്ന് പറയും. ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയാനുണ്ടോ, ഒന്നും ഉള്ളതാവൂല. വെറുതെ അതുണ്ടായി ഇതുണ്ടായി വെറുതെ പല ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ടിട്ട് ആളെ പൊക്കണ ഒരു സ്വഭാവം. എത്രയോ കറാമത്തുകൾ ബഹുമാനപ്പെട്ട ശംസുലുലമക്കും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനൊക്കെ അവർക്ക് അവർ ജീവിതകാലത്തിലുണ്ടായി. ഈ കറാമത്തുകൾ അവർ മരിക്കണ വരെ ആരും പറഞ്ഞു കിടന്നില്ല. എന്താ കാരണം? അവർക്ക് അവരെ കറാമത്തുകൾ അവരിൽ നിന്നുണ്ടായ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ അത് പറഞ്ഞ് അത് പെരുപ്പിച്ച് അവരെ വലുതാക്കുക എന്നുള്ളത് അവർക്ക് ഇഷ്ടമില്ല. അവരെ മരണത്തിന് ശേഷമാണ് അവരോടൊക്കെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. വളരെ വലിയ വലിയ സംഭവങ്ങൾ നമ്മൾ കാണല്ലേ, എന്നിട്ട് നമ്മളെന്ത് പറയാഞ്ഞ്, അത് പറയേണ്ടത് അവർക്ക് ഇഷ്ടമല്ല. ഇന്ന് അങ്ങനല്ലല്ലോ. പല ലോകത്ത് ഇവിടെ കേരളത്തിൽ തന്നെ പല ഭാഗത്തും നോക്കും, എല്ലാ സ്ഥലത്തും പലരും വലിയായി കൊണ്ട് ചമഞ്ഞിരിക്കണം. അവനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ 100 ആളുകളാണ്. ഇനി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരൊന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ വലിയ മഹാന്മാര് അവർ കണ്ടില്ലേ, വഅമ്മൽ മുസ്തഖീം ഉമ്മലും മിനൽ ഔലിയായി ഫഹും യഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ ഐദീഹിം. അവർ മുഖേന കറാമത്തുകൾ വെടിപെടലിന് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവർ പേടിക്കുകയെന്ന് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുലമയെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ അവരുടെ ജീവിത രീതിയും അവർ ജീവിതത്തിൽ സ്വീകരിച്ചതായ ആ വിശുദ്ധിയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനെ സംബന്ധിച്ചൊക്കെ പഠനം നടത്താൻ മാത്രം പോരാ. അത് പഠനം നടത്തി അത് നമ്മളെ ജീവിതത്തിലും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി أدركنا رسول الله يا رسول الله خذ بأيدينا